ചേച്ചി ജഗദീഷ് ചേട്ടാ താഴെ ഹാളിലെ മൈഥിലിയും ആ വക്കീലും. നിനക്ക് കിട്ടിയതൊന്നും പോരാ ഡാഡി. രാജലക്ഷ്മി അമ്മേ, ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. ഞങ്ങൾ വന്നത് കുഞ്ഞിനെ കൊണ്ടുപോകാനാണ്. അങ്ങനെ ഇവിടെ കയറി വന്ന കുഞ്ഞിനെ തരാൻ പറഞ്ഞാൽ തന്നുവിടോന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഇവിടെ കയറി വന്ന് കുഞ്ഞിനെ ചോദിച്ചാലേ തന്നേ പറ്റൂ. നല്ല ശുദ്ധ മലയാളത്തില് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക്. കുഞ്ഞിന്റെ അച്ഛൻ, അതായത് കാർത്തിക്, ഓർമ്മയില്ലാതെ കിടക്കുന്ന സാഹചര്യത്തിൽ കുഞ്ഞിനെ അതിന്റെ അമ്മയ്ക്ക് കൈമാറണമെന്ന് കോടതി തീരുമാനിച്ചിട്ടുണ്ട്. കോർട്ട് ഓർഡറുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് തരാൻ പറഞ്ഞ അതേ കോടതി കുഞ്ഞിനെ തിരിച്ചു തരാനും പറഞ്ഞിട്ടുണ്ട്. എന്റെ മോളെ എനിക്ക് വേണം. എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, മോളെ ഞാൻ തരില്ല. അവളെ ഞാൻ വളർത്തിക്കോളാം. അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് വളർത്താനേ ആ കുഞ്ഞിന്റെ അമ്മ ചത്തുപോയിട്ടൊന്നുമില്ല, ജീവനോടെ തന്നെ ഉണ്ട്. നീ തന്നില്ലെങ്കിലും വാങ്ങിക്കാനേ മൈഥിലിക്കറിയാം. കോർട്ട് ഓർഡർ മറ്റൊക്കെ അവിടെ നിൽക്കട്ടെ. ചെമ്പകമംഗലം എന്ന ഈ വീട്ടിലേക്ക് കയറി വരാൻ നിന്നോടാരാ പറഞ്ഞേ? കോടതി നിയമം ഓർഡറൊക്കെ ഈ കോമ്പൗണ്ടിന് പുറത്ത്. ഇറങ്ങണി വെളിയില്. എടി, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ. പേടിപ്പിക്കണ്ട, വന്നതുപോലെ തിരിച്ചു പോവാനും അറിയാം. എന്റെ കുഞ്ഞെവിടെ? ജഗദീഷേ, ഇവളെ പിടിച്ച് വെളിയിലാക്ക. ഇറങ്ങടി, ഓടി ഇറങ്ങി വരാൻ. ഇറങ്ങടി വീട്ടിൽ നിന്ന്. ഓടിച്ചു വിടവളെ. പറഞ്ഞു വിടാൻ. ഓടി ഇറങ്ങി. കൊള്ളാലോ കലാപരിപാടി. മാഡം, ഞങ്ങൾ വന്നത് കുഞ്ഞിനെ കൊണ്ടുപോകാനാണ്. കോർട്ട് ഓർഡർ ഉണ്ട്. ഇവർ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയാണ്. ആരാ? ഇയാളാണോ? അതെ. ഇയാള് വലിയ ഹീറോ ആണല്ലേ. എന്നാ ഹീറോ നേരെ ചെന്ന് വണ്ടി കയറ്, നമുക്ക് വേഗം അങ്ങ് പോവാം. അമ്മേ, എന്തിന്? കാര്യം അറിഞ്ഞാലേ താൻ വരൂ. അതത്രേ ഉള്ളൂ. തന്റെ ലോറി ഇടിച്ച് ഒരാൾ മരിച്ച കാര്യം താൻ മറന്നുപോയോ? ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ഇനി ചെന്ന് വണ്ടി കയറ്, അതോ ഞാൻ പിടിച്ച് കയറ്റണോ? ദയവായി എന്റെ മോനെ കൊണ്ടുപോകരുത്. അവന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതൊക്കെ കോടതിയല്ലേ അമ്മച്ചി തീരുമാനിക്കുന്നേ.
ചെന്ന് കയറണം മിസ്റ്റർ. ഒന്നുമില്ല പ്രവീൺ, ഒന്നുമില്ല ഒന്നുമില്ല. ഒന്ന് നിന്നെ. താൻ കുറ്റമൊന്നും ചെയ്തില്ലെന്ന് തന്റെ അമ്മ കരഞ്ഞു പറഞ്ഞതല്ലേ? അതുകൊണ്ട് കാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കട്ടെ. അമ്മേ, എന്താ ഇത്? ഇനി കൊണ്ടുപോയിക്കോ. അയ്യോ, മോനെ, മാഡം, മൈഥിലിയുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് കോടതി തീരുമാനിച്ച കാര്യമല്ലേ? അതോ ചെമ്പകമംഗലത്തുകാർക്ക് കോടതിയിലെ നിയമത്തിലൊന്നും വിശ്വാസമില്ലേ? കോർട്ട് ഓർഡറുമായോ ഇവര് വന്നിരിക്കുന്നത്? അതുകൊണ്ട് വെറുതെ ഷോ ഇറക്കാതെ കുഞ്ഞിനെ കൊടുത്തേക്കണം. അതല്ല കോടതി ഉത്തരവ് മറികടന്ന് വാശി കാണിക്കാനാണെങ്കിൽ ഞാൻ ഒന്നുകൂടി വരും. നിന്നെയൊക്കെ എല്ലാത്തിനും എടുത്ത് അകത്തിടും. ന്യായഭേദമന്യേ എല്ലാരും വാങ്ങും എന്റെ കയ്യിൽ നിന്ന്. മൈഥിലി, കോടതി ഉത്തരവും കൊണ്ട് ഇവിടെ വന്നപ്പോ ഭീഷണിപ്പെടുത്തിയെന്നും ആ ജീപ്പിലിരിക്കുന്ന മഹാൻ ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും പറഞ്ഞ ഒരു റിട്ടേൺ കംപ്ലൈന്റ് നീ എനിക്ക് എഴുതി തരണം. അതും കൂടി പെടലിക്ക് കെട്ടിവെച്ചിട്ട് വേണം ലവന് കോടതിയിൽ ഹാജരാക്കാൻ. അയ്യോ, കുറേ നാൾ കോടതി വരാന്ത കയറി ഇറങ്ങുമ്പോ പഠിച്ചോളൂ എല്ലാം. എന്ത്? അപ്പോൾ നമുക്കിനി കാര്യങ്ങൾ സംസാരിച്ചൊരു ധാരണയിലെത്താം. കയ്യാങ്കളിയൊക്കെ ഒഴിവാക്കി നിയമ നടപടികൾ നിങ്ങൾ അനുസരിക്കണം. എനിക്കിവിടെ ആരോടും കൂടുതലായി സംസാരിക്കാനൊന്നുമില്ല. ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും. അതിനി ആരെതിർത്താലും ശരി.
മൈഥിലി, പറയുന്ന നീ ഒന്ന് കേക്കണം. ദയവേദിന്റെ മോളെ നീ കൊണ്ടുപോകരുത്. എന്റെ മോള് അതെങ്ങനെ നിന്റെ മോളാവും? ഞാൻ ഈ നിൽക്കുന്ന ഞാൻ 10 മാസം വയറ്റിലിട്ട് പ്രസവിച്ച എന്റെ മോളായത്. സ്വന്തം അമ്മ കഴിഞ്ഞേ ഉള്ളൂ രണ്ടാനമ്മയ്ക്ക് സ്ഥാനം. അതുകൊണ്ട് നീ ഏത് രീതിയിൽ തടയാൻ നോക്കിയാലും ഞാൻ ഇവിടെ കൊണ്ടുപോകും. മൈഥിലി, ഞാനൊന്ന് കാല് പിടിക്കാൻ. മൈഥിലി, കുഞ്ഞിനെ കൊണ്ടുപോകരുത്. നീ പ്രസവിച്ച കുഞ്ഞായിരിക്കാം, പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ ഇതിന്റെ അമ്മയായി പോയി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കെന്റെ കുഞ്ഞിനെ വേണം മൈഥിലി. മീനാക്ഷി, എന്തായി കാണിക്കുന്നത്? ദേവമ്മ, മൈഥിലിയോട് പറ ദേവമ്മ, കുഞ്ഞിനെ കൊണ്ടുപോകരുതെന്ന്. എന്ത് പറഞ്ഞാലും കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല മൈഥിലി. കുഞ്ഞിനെ എനിക്കൊപ്പം നിർത്താനും എനിക്ക് സ്നേഹിച്ച വളർത്താനും വേണ്ടി ഈ 10 മാസം മുമ്പ് പ്രസവിച്ചതിനേക്കാളും വേദന ഇതിനൊക്കെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. വൈകുമുള്ള പെരിഞ്ഞൊരു ജീവിതം ഇനി മീനാക്ഷിക്കില്ല. അതിന് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, എന്ത് വേണമെങ്കിലും. അങ്ങനെ എന്തു വേണമെങ്കിലും ചെയ്യോ നീ? മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല മാഡം. സഹീറ മാഡം താക്കീത് ചെയ്ത് പോയതുകൊണ്ട് ഇനി കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ശരി മാഡം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഓക്കെ. അമ്മ ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാ? ഞാൻ എന്തു പറയാനാ മാലതി? ആൾബലമില്ല, ആൺതുണയില്ല, അംഗബലമില്ല. ചെറകുടിഞ്ഞ അവസ്ഥയിലായിപ്പോ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മിയുടെ അവസ്ഥ. അമ്മ ഇങ്ങനെ പ്രാസം ഒപ്പിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യേ. കുഞ്ഞിനെ വാങ്ങാൻ കോടതി ഉത്തരവുമായി വന്നവരോട് ഞാൻ എന്ത് പറയാനാ? ഓഹോ, അമ്മയ്ക്ക് അതേ ഓർമ്മ ഉള്ളൂ അല്ലേ? കുറച്ചു മുമ്പ് എന്റെ ഭർത്താവ്, അതായത് അമ്മയുടെ മകനെ പോലീസ് പിടിച്ചോണ്ട് പോയത് അമ്മ കണ്ടില്ലായിരുന്നോ? അതോ ഇതിനിടയ്ക്ക് അത് മറന്നുപോയോ? കുഞ്ഞാരുടെ കൂടെ പോയാലും എനിക്ക് പ്രശ്നമില്ല. എന്റെ വിഷയം എന്റെ ജഗദീഷ് ചേട്ടനെ പുറത്തിറക്കുക എന്നുള്ളതാ. അതിന് ഞാൻ എന്ത് ചെയ്യണോന്നാ നീ പറയുന്നേ? വല്ല വഴിയുണ്ടെങ്കിൽ നീ പറയേ, ഞാൻ അതുപോലെ ചെയ്യാം. അമ്മ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെയെല്ലാം നോക്കിയിരുന്നോ. ഇങ്ങനെ ഇരുന്നോണ്ടാ ഇവിടെ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായത്. പറയണോ ഞാൻ ഓരോന്നായിട്ട്? പറഞ്ഞു ഓർമ്മിപ്പിക്കണോ ഞാൻ? അമ്മയുടെ മൂത്ത മകൻ എങ്ങനെയാ മരിച്ചത്? ആർക്ക് വേണ്ടിയായിരുന്നു? മീനാക്ഷിക്ക് വേണ്ടിയോ? ഇളയ മകൾ സാവിത്രിച്ചിയുടെ ഭർത്താവ് ഗൾഫിൽ വെച്ച് മരിക്കാൻ കാരണം ആരാ? ഈ മീനാക്ഷി തന്നെയല്ലേ? മീനാക്ഷി ഓരോന്നും ചെയ്യും. ആ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അമ്മയ്ക്ക് ആരുടെ കാര്യത്തിലും ഇടപെടാനും ശ്രദ്ധിക്കാനും സമയമുണ്ടായിട്ടില്ല. അന്നും അതെ, ഇന്നും അതെ. ഇനി ഇതുപോലെ എന്റെ കുട്ടികളുടെ അച്ഛനെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ജഗദീഷിനെ പോലീസ് കൊണ്ടുപോയത് മീനാക്ഷിയുടെ കുറ്റം കൊണ്ടല്ലോ, ആണോ? ഇപ്പോ അതാണോ അമ്മയുടെ പ്രശ്നം? സ്വന്തം മുൻ പോലീസിന്റെ അടികൊണ്ട് ചത്താലും വേണ്ടില്ല, മീനാക്ഷിയെ പൊതിഞ്ഞു പിടിച്ചാൽ മതിയല്ലോ അമ്മയ്ക്ക്. മാലതി, അമ്മേ, അമ്മ ദേഷ്യപ്പെട്ട് അവളുടെ വായടപ്പിക്കണ്ട. അവള് പറഞ്ഞത് ശരിയല്ലേ? സാവിത്രി, നീയും അതെ, സാവിത്രി തന്നെയാ എത്രയെന്നും പറഞ്ഞ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞിരിക്കുന്നത്. മാലതിയെ എന്റെ അവസ്ഥയിൽ കൊണ്ട് എത്തിക്കരുത് എല്ലാരും കൂടി. മൈഥിലി കുഞ്ഞിനെ ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? അവള് പ്രസവിച്ചല്ലേ ആ കുഞ്ഞിനെ. അപ്പോ മീനാക്ഷി നിന്റെ ആരും അല്ലേ? മീനാക്ഷി എന്റെ മകന്റെ ഭാര്യ തന്നെയാണ്. മീനാക്ഷിക്ക് ഞാൻ കൊടുക്കുന്ന പരിഗണനയേക്കാൾ ഒരു പിടി മുകളിൽ മൈഥിലി തന്നെയാ. കാരണം മൈഥിലി കാർത്തികിന്റെ ഭാര്യ മാത്രമല്ല, അവന്റെ കുഞ്ഞിന്റെ അമ്മ കൂടിയാ. ഇനി എന്തൊക്കെ കാണിച്ചാലും പെറ്റമ്മയോളം വരില്ല ഒരു പോറ്റമ്മേ. ഇതൊക്കെ മീനാക്ഷിയുടെ ഒരു അടവല്ലേ ചേച്ചി?
ആ കുഞ്ഞിനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിനെ ഇത്ര അപകടത്തിൽ കൊണ്ട് ചാടിക്കുമായിരുന്നോ? കുഞ്ഞിന്റെ ശരീരത്തെ ബോംബ് വരെ കെട്ടിവെച്ചു. ഈ നാട്ടിലെ കാര്യം പോട്ടെ, എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ? അതെല്ലാം കഴിഞ്ഞപ്പോ ഇന്ദ്രജ പിടിച്ചോണ്ട് പോയെന്നും പറഞ്ഞ് പുതിയ നാടകം. കരച്ചിലും പിഴിച്ചിലും ഏക്കില്ലെന്ന് കണ്ടപ്പോ കുഞ്ഞിനെ എടുത്തോണ്ട് തിരിച്ചു വന്നു. ഹ, ഇതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവില്ലായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം അങ്ങനെയല്ല. മാലതി, സിദ്ധം പറഞ്ഞത് നീയും കേട്ടതല്ലേ? ശ്ശോ. ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ പറയുന്ന അയാള് പറയുന്നതാണോ അമ്മ വേദവാക്യമൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്? ഹ, ആദ്യം പറഞ്ഞു മീനാക്ഷി കുഴപ്പക്കാരിയാണ്, പിന്നെ പറഞ്ഞു മീനാക്ഷി അനുഗ്രഹം കൊണ്ടുവരും, മൈഥിലിയെ കുഴപ്പമെന്ന്. 500-ന്റെ നോട്ട് കൊടുത്താ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന അയാളെ അമ്മ വിശ്വസിച്ചാ മതി. അതിന് ഞങ്ങളെ കൂട്ടണ്ട. മൈഥിലി സംബന്ധിച്ച കാർത്തികിന് ജോലി തിരികെ കിട്ടുമെന്നും ജഗദീഷിനെ രക്ഷപ്പെടുത്താമെന്നും ആ മിനിസ്റ്റർ പറഞ്ഞതല്ലേ? ഞാൻ വന്ന് അമ്മയുടെ കാല് പിടിക്കും പോലെ പറഞ്ഞില്ലേ മൈഥിലിയുടെ കാര്യം സമ്മതിക്കണമെന്ന്? അപ്പൊ അമ്മ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി? ജഗദീഷിനെ പോലീസ് കൊണ്ടുപോയി, മൈഥിലി കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നു. അമ്മ ഇപ്പോഴും അത് ആലോചിച്ചിട്ടുമില്ല, തീരുമാനം എടുത്തിട്ടുമില്ല. നിങ്ങൾ പറയേ, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കാം. ഇപ്പൊ അത്യാവശ്യം ജഗദീശന്റെ കാര്യമാ. അതിനും മൈഥിലിയുടെ കാര്യത്തിൽ അമ്മ ഒന്ന് കണ്ണടയ്ക്കണം. ഇപ്പൊ നമ്മളെ രക്ഷിക്കാൻ മൈഥിലിക്ക് കഴിയൂ. ഒരു തരത്തിലും അവളെ എതിർക്കാൻ പോവരുത്. അതെ അമ്മേ, നമ്മൾ എത്ര വാശി പിടിച്ചാലും മൈഥിലി കുഞ്ഞിനെ കൊണ്ട് പോകും. പോലീസും നിയമവും ഒക്കെ അവരുടെ കൂടെ. എതിർത്ത് നിന്നാലും തോറ്റു പോവുകയുള്ളൂ. തോൽക്കൊന്ന് ഉറപ്പുള്ളൊരു കളിക്ക് നിൽക്കാതിരിക്കുന്നതല്ലേ അമ്മേ നല്ലത്? മൈഥിലി വന്നത് കുഞ്ഞിനെ കൊണ്ടുപോകാനല്ലേ? ജഗദീഷിന്റെ കാര്യം പറഞ്ഞ അവള് കേക്കൂ? കാർത്തിക്കുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞ അവള് സമ്മതിക്കൂ? നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊരു കോംപ്രമൈസിന് തയ്യാറാവുകയാണെങ്കിൽ ഞാൻ മൈഥിലിയോട് സംസാരിച്ച് തീർപ്പാക്കി തരാം. എന്ത് കോംപ്രമൈസ്? കുഞ്ഞിനെ കൊണ്ടുപോകാതിരിക്കാൻ മൈഥിലിക്കൊരു ഉപാധിയുണ്ട്. എന്ത് ഉപാധി? എന്തും ചെയ്യാന്ന് നീ കരഞ്ഞോണ്ട് പറയുമ്പോഴെങ്ങനെ ഞാനത് ചെവിക്കൊള്ളാതെ പോകുന്നത്? ഒരേ ഒരു ഉപാധിയേ എനിക്കുള്ളൂ. ഇവിടെ ഈ ചെമ്പകമംഗലത്ത് കാർത്തിക്കിന്റെ ഭാര്യയായി എനിക്ക് കഴിയാൻ സാധിക്കണം. അതിൽ കുറഞ്ഞതൊന്നും എനിക്ക് വേണ്ട. പറ്റില്ലെങ്കിലോ? ഇപ്പൊ നീ എന്റെ കുഞ്ഞിനെ കൈകളിലാക്കി വെച്ചിരിക്കുന്നു. ഇനി ഞാൻ എന്റെ കാർത്തിയേട്ടനെ കൂടി നിനക്ക് വിട്ടുതരണോ? കാർത്തിയേട്ടൻ ഞാൻ കാണാത്ത ആളൊന്നും അല്ലല്ലോ അയാള്. നിനക്ക് മുൻപേ ആദ്യം കണ്ടത് ഞാൻ. അയാളുടെ കൂടെ ആദ്യം ജീവിച്ചതും അയാളുടെ കുഞ്ഞിനെ പ്രസവിച്ചതും ഞാൻ. എനിക്ക് നിന്റെ അനുവാദത്തിന്റെ ആവശ്യമില്ല. ആവശ്യമുണ്ട്. മീനാക്ഷിയുടെ അനുവാദം ഇല്ലാതെ നിനക്കിവിടെ താമസിക്കാനോ കാർത്തിയെ സ്വന്തമാക്കാനോ ആവില്ല. കാർത്തിക്കിനെ വേണ്ടാത്തോണ്ടല്ലേ നീ മറ്റൊരാളോടൊപ്പം പോയത്? നീ അന്ന് കാർത്തിക്കിനെ ഉപേക്ഷിച്ചു പോയപ്പോ അവന് താങ്ങായും തണലായും കൂടെ നിന്ന് സ്നേഹിച്ചത് മീനാക്ഷിയാ. അവന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ നിനക്കും കയറി വന്ന ഇവൾക്കും ഒരേ സ്ഥാനമാണെന്ന് മൈഥിലി തെറ്റിദ്ധരിക്കണ്ട. കാർത്തിക്കിന് ഇനി മീനാക്ഷി മതി. ആദ്യ ഭാര്യയായ മൈഥിലി ആവശ്യമില്ല. ഓ, രണ്ടാം ഭാര്യയുടെ പ്രത്യേകതകൾ ഇവളെക്കാളും അറിയുന്നത് നിങ്ങൾക്കാണല്ലോ. ജയറാമിനും മാധുരിക്ക് പകരം നന്ദിനി മതിയായിരിക്കും. പക്ഷേ
കാർത്തിക്കിന് മൈഥിലിക്ക് പകരം ആവില്ല ഒരു മീനാക്ഷിയും. അല്ലെങ്കിലും ഇവരോട് എനിക്കൊന്നും പറയാനില്ല. പറയാനുള്ളതേ നിന്നോടാ. ഇനി പറയ്, ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് സമ്മതമാണോ? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശരി, ഞാൻ ആദ്യമേ പറഞ്ഞു ഒരേ ഒരു ഉപാധിയെ എനിക്കുള്ളൂ എന്ന്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. പറ്റില്ല എന്ന് നീയും പറഞ്ഞു. ഇനി ഈ സംഭാഷണം തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.